ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടനായികമാരിൽ 3 റാണിമാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടുവല്ലോ. ഇനി ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. കാളിന്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടനായികമാരിൽ 4ാമത്തെ സ്ത്രീരത്നം. സൂര്യദേവന്റെയും മേഘദേവത സഞ്ജനയുടെയും പുത്രിയാണ് കാളിന്തി. യമുനാ നദിയുടെ സ്ഥൈര്യവുമായും കണക്കാക്കപ്പെടുന്നു. ഒരിക്കൽ വനത്തിൽ നായാട്ടിന് പോയ അർജുനനോടൊത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ടായിരുന്നു. വേട്ടയാടി തളർന്ന അർജുനന്റെ ദാഹം മാറ്റാൻ അവർ യമുനാ നദീതീരത്തെത്തി. ആ സന്ദർഭത്തിൽ ആരാലും കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുന്ന ഒരു സൗന്ദര്യധാമം നദീതീരത്തുകൂടി നടന്നു പോകുന്നത് കണ്ട് അതാരാണെന്ന് അന്വേഷിച്ചു വരാൻ ഭഗവാൻ അർജുനനെ ചുമതലപ്പെടുത്തി. അപ്രകാരം ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച അർജുനനോട് അവൾ കാളിന്തിയാണെന്നും മഹാവിഷ്ണുവിനെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പറയുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തോഴനാണ് അർജുനൻ എന്ന് ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. ഈ വിവരം അർജുനനിൽ നിന്നും മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ അവളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ദ്വാരകയിലെത്തിയ കാളിന്തിയെ ആഘോഷപൂർവം ഭഗവാൻ വിവാഹം ചെയ്തു. സത്യ ശ്രീകൃഷ്ണ ഭഗവാന്റെ 5ാമത്തെ റാണി. ധാർമ്മികനായ കോസല രാജാവ് നാഗ്നജിത്തിന്റെ സുന്ദരിയായ പുത്രി. നാഗ്നജിത്തിന്റെ പുത്രിയായതിനാൽ നാഗ്നജിതി എന്ന പേരിലും അവൾ അറിയപ്പെട്ടിരുന്നു. തന്റെ പുത്രിക്ക് വിവാഹപ്രായമായ അവസരത്തിൽ കോസല രാജാവ് ഒരു ശപഥം ചെയ്തിരുന്നു. താൻ തീറ്റിപ്പോറ്റുന്ന ശക്തിയും സാഹസികതയും നിറഞ്ഞ 7 കാളകളെ പരാജയപ്പെടുത്തുന്ന രാജാവിന് മാത്രമേ താൻ തന്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുകയുള്ളൂ. അതിസുന്ദരിയായ സത്യയെ മോഹിച്ച് ഒരുപാട് രാജാക്കന്മാർ എത്തിയെങ്കിലും കാളകൾ രാജാക്കന്മാരെ വിരട്ടി ഓടിച്ചു. അങ്ങനെ ഒരു നാൾ ശ്രീകൃഷ്ണ ഭഗവാൻ കോസല രാജ്യത്തെത്തി. ഭഗവാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കോസല രാജാവ് അദ്ദേഹത്തെ രാജകീയമായി സ്വീകരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ സത്യ മനസ്സുകൊണ്ട് ആരാധിക്കുകയും ഭർത്താവായി കിട്ടാൻ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ അറിയാവുന്ന ഭഗവാൻ കൃഷ്ണൻ തനിക്ക് സത്യയെ വിവാഹം ചെയ്തു തരുവാൻ കോസല രാജാവിനോട് ആവശ്യപ്പെട്ടു. കോസല രാജാവ് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരുപാട് ആരാധിക്കുകയും തൻ്റെ പുത്രിക്ക് വരനായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും തൻ്റെ ശപഥത്തിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അങ്ങനെ കോസല രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ 7 കാളകളുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി. 7 കൃഷ്ണരൂപം പൂണ്ട് 7 കാളകളോട് ഒരേ സമയം അദ്ദേഹം പോരാടി. അങ്ങനെ കാളകളെ തൻ്റെ വരുതിയിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാന് നാഗ്നജിത്ത് തൻ്റെ പുത്രിയെ സസന്തോഷം വിവാഹം ചെയ്തു കൊടുത്തു.